ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തിരുവല്ലയിലുള്ള അൽറാസിലാണ്. അവിടെ ചെന്നപ്പോഴോ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. ഞങ്ങൾ ഏകദേശം 3 മണിയായപ്പോഴാണ് വന്നത്. എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു അവിടെ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കും സീറ്റൊക്കെ കിട്ടി. അങ്ങനെ മെനു കാർഡൊക്കെ നോക്കിയപ്പോഴാണ് കണ്ടത് അവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം. അങ്ങനെ അവിടുത്തെ ആ ചേട്ടൻ ഓർഡർ എടുക്കാൻ വന്നപ്പം ആ ഒരു സ്പെഷ്യൽ ഐറ്റം തന്നെ ഞങ്ങൾ ഓർഡർ കൊടുത്തു. അങ്ങനെ ആദ്യം തന്നെ അവർ പ്ലേറ്റും മയോണൈസും എല്ലാം കൊണ്ടുവച്ചു. മയോണൈസൊക്കെ അത്യാവശ്യം കട്ടിയുള്ളതായിരുന്നു. പിന്നെ മന്തി കുറച്ച് താമസിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും കലാവാസന മയോണൈസിലൂടെയാണ് കാണിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അവർ സാലഡൂടെ കൊണ്ടുവച്ചപ്പോൾ അവരുടെ എല്ലാം കലാവാസന ഇച്ചിരി അങ്ങ് കൂടി. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വലിയ കലാകാരനല്ലാത്തതുകൊണ്ട് തന്നെ കിട്ടിയ സാലഡും കഴിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അങ്ങനെ ഇരിക്കെ അവരൊരു സാധനം കൊണ്ടുവന്നു. ആദ്യം കണ്ടപ്പോൾ ചൂടുവെള്ളമാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാവരും പറഞ്ഞ് ഗ്രീൻ ടീ ആണ്. പക്ഷെ ഗ്രീൻ ടീയുടെ ടേസ്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. എനിക്ക് അത്ര അങ്ങോട്ട് പിടിച്ചില്ല സാധനം. അങ്ങനെ എല്ലാവരും മന്തിക്ക് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ മന്തിയും അവരിതാ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഓർഡർ ചെയ്തത് ചിക്കൻ കൊണ്ടാട്ടം മന്തിയാണ്. മന്തി കൊണ്ടുവച്ചതും എല്ലാവരും തന്നെ ആദ്യം തന്നെ ചിക്കൻ പീസുകൾ അവരവരുടെ പ്ലേറ്റിലോട്ടാക്കി. എന്നിട്ട് എല്ലാവരും കുറച്ച് റൈസും എടുത്തു. പിന്നെ മയോണൈസ് മന്തിയെക്കാട്ടിലും കൂടുതൽ, അതാണല്ലോ കണക്ക്. അതുകൊണ്ട് മയോണൈസ് പിന്നെ വാരിക്കോരി അങ്ങ് ഒഴിച്ചു. എന്നാ പിന്നെ ഇനി താമസിയാതെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ആദ്യം തന്നെ മയോണൈസും റൈസോടും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി. എന്റെ പൊന്നെണ്ണ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ആ സാധനത്തിന്. അതിനുശേഷം നമ്മൾ ആ ചിക്കൻ കൊണ്ടാട്ടം തന്നെ ഒന്ന് കഴിച്ചു നോക്കി. അതിനും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ആ മസാലയൊക്കെ കഴിക്കാൻ നല്ലൊരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ മസാലയ്ക്ക് കുറച്ച് എരിയുണ്ട്. എരിയുണ്ടെന്നും പറഞ്ഞ് ഭയങ്കര എരിയൊന്നും ഇല്ല. കഴിക്കാൻ തരത്തിലുള്ള എരിയൊക്കെ ഉള്ളൂ. എന്റെ കൂടെ വന്നവർക്കെല്ലാം തന്നെ ഇത് ഇഷ്ടപ്പെട്ടു. കഴിക്കുന്നത് മന്തിയാണോ എന്നാൽ പെപ്സി നിർബന്ധമാണല്ലോ. പക്ഷേ ഈ ഒരു കടയിൽ വന്നപ്പോൾ പെപ്സി തീർന്നു പോയി. പിന്നെ മൗണ്ടൻ ഡ്യൂയും മിറണ്ടയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു കടയിൽ കയറി നിങ്ങൾ മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പറയുക. അപ്പോൾ പിന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.